നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്കറിയില്ല, എന്നോട് പലരും പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കാം. അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ 34 കോടി രൂപയാണ് ആവശ്യം. പൈസ ഞാൻ QR കോഡ് വെച്ച് പിരിച്ച്, പൈസ ഞാൻ പിരിച്ചിട്ടില്ല, QR കോഡ് വഴി അബ്ദുൾ റഹീമിന്റെ നിയമസഹായ കമ്മിറ്റിയിലേക്കാണ് പൈസ മൊത്തം പോയിട്ടുള്ളത്. അവിടെ നോക്കുമ്പോ 44-45 കോടിയായി. അപ്പൊ പൈസ അധികമായില്ലേ? എന്താ ചെയ്യണ്ടേ? അപ്പോഴാണ് പലരും പറയുന്നത്, നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി, ഏത് ജയിലിൽ, ഏതാ സ്ഥലം? യമൻ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ വധിക്കാൻ വെച്ചിരിക്കുകയാണ്. അവർക്ക് 5 കോടിയോ മറ്റോ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോ ചിലരൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞു, 34 കോടി കഴിച്ച് ബാക്കി പൈസ വെറുതെ കിടക്കല്ലേ, വേസ്റ്റായി അങ്ങനെ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം 5 കോടി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നിമിഷപ്രിയം കൂടെ രക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആളല്ല പറയാൻ, കാരണം നിങ്ങൾ ജനങ്ങളാണ് പിരിച്ചത്. ഞാൻ ആകെ 1 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്റെ അമ്മ 1 ലക്ഷം രൂപയും കൊടുത്തു. പക്ഷെ ബാക്കി എത്രയോ കോടി രൂപ ജനങ്ങളാണ് കൊടുത്തത്. അതുകൊണ്ട് ഒരു അഭിപ്രായം അറിയാനാണ്, നിമിഷപ്രിയയ്ക്ക് ആ കിടക്കുന്ന പൈസയിൽ നിന്ന് 5 കോടി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് കൈ പൊക്കിക്കൊണ്ട് താല്പര്യമുള്ളവർ അഭിപ്രായം പറയാം. ഓക്കെ, ഇനി അഭിപ്രായം ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കാം, അങ്ങനെ വേണ്ട എന്നുള്ളവര്. കാസർകോട്ടുകാർ ഇത്രയും നല്ല ആൾക്കാരാണ്, ഉമ്മയും ഇത്രയും വലിയ മനസ്സോ. അപ്പൊ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വോട്ടെടുപ്പ് നടത്തുന്നുണ്ട്. കാസർഗോഡ് മാത്രമല്ലല്ലോ, ഓൾ കേരളയാണ്. ഒരു ഭൂരിപക്ഷം എടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം എന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ, നല്ലവരായ കാസർകോട്ടുകാരോട് ചോദിക്കുകയാണ്. കാസർകോട്ടുകാര് ഒരേപോലെ 100% മനസ്സോടുകൂടി പറഞ്ഞു, ഒരു ജീവനും കൂടെ നമുക്ക് രക്ഷിക്കാം. എന്തിനാണ്? അപ്പൊ അതെ, ഇക്ക കൈപൊന്തിച്ചിരിക്കുകയാണ്. അത് ഓക്കെ.